വയനാട് അമരക്കുനിയിൽ വന്യജീവി ആടിനെ കൊന്നു. വട്ടമല സ്വദേശിയുടെ ആടിനെയാണ് കടുവ കൊന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കടുവ മറ്റൊരാടിനെ കൊന്നിരുന്നു. ആടിനെ പിടിച്ചത് കടുവയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, ഈ പുൽപ്പള്ളി പ്രദേശത്ത് പ്രത്യേകിച്ചും കടുവ ഉണ്ടെന്ന ഭീഷണി ശക്തമാണ്. കഴിഞ്ഞ ദിവസം കലോത്സവ വേദിയിൽ വെച്ച് പുൽപ്പള്ളിയിലുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടി പറഞ്ഞത് കടുവ ശല്യം, കടുവയുടെ സാന്നിധ്യം കാരണം പുറത്തിറങ്ങാൻ പലപ്പോഴും പേടിയാണ് എന്നാണ്. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? നാട്ടുകാർ എന്ത് പറയുന്നു? ഗുഡ് മോർണിംഗ്. എന്തിനാ തന്നെയും ഓരോ ദിവസവും നമുക്ക് വയനാടിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും നമുക്ക് വാർത്ത നൽകേണ്ടത് ഇത്തരത്തിൽ വന്യജീവി ആക്രമണത്തെക്കുറിച്ചും അല്ലെങ്കിൽ വന്യജീവി ജനവാസമായ മേഖലയിലേക്ക് ഇറങ്ങിയതിനെയും കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് തന്നെയാണ് കടുവ ഇറങ്ങിയത്. ഇന്നും ഇത്തരത്തിൽ അമരക്കുനിയിൽ വന്യജീവി ഇറങ്ങിയിരിക്കുന്നു. ഒരാളുടെ ആടിനെ കടുവ കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കടുവയാണോ എന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇത് കടുവ തന്നെയാണ്. കടുവയെ കണ്ടിരുന്നു, അതായത് ഈ ആടിന്റെ ഉടമസ്ഥൻ ഈ കടുവയെ കണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ കടുവ തൊഴുത്തിൽ കയറുന്നതും കയറുകയും പിന്നീട് കുട്ടികൾ ബഹളം വെക്കുകയും ചെയ്തു. അതോടൊപ്പം താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കടുവ ഈ ആടിനെയും കൊണ്ട് പോകുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ നമുക്ക് ലഭിക്കുന്ന അറിവ്. അത്തരത്തിലുള്ള ഒരു അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തിനാൽ തന്നെയും വലിയ ഭീഷണിയിലാണ് ഇവിടെയുള്ള പ്രദേശവാസികളുള്ളത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് തന്നെ ഒരു ആടിനെ കടുവ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വനപാലകരൊക്കെ എത്തി, പോലീസ് എത്തി വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുകയും അവിടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് തങ്ങൾക്കൊരു ശാശ്വത പരിഹാരമാണ് ആവശ്യം. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രദേശത്ത് മറ്റൊരു ആടിനെ പിടിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു ഇത്തരത്തിലല്ല, തങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമാണ് ആവശ്യം. അല്ലാതെ ഓരോ തവണ കടുവ ഇറങ്ങുമ്പോഴും അതിനെ പിടികൂടുക എന്നുള്ളതല്ല, കടുവ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ആവശ്യം എന്നുള്ളതാണ് വയനാട് ഈ പുൽപ്പള്ളി സ്വദേശികൾ പറയുന്നത്. മാത്രമല്ല സ്വാഭാവികമായും വയനാടിനെ സംബന്ധിച്ചിടത്തോളം പുൽപ്പള്ളിയിൽ മാത്രമല്ല ചെതലയം, ബത്തേരി തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിൽ ഓരോ ദിവസവും കാട്ടാന ഇറങ്ങുന്നതും അതുപോലെ തന്നെ കടുവ ഇറങ്ങുന്നതും പതിവാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു 22 വയസ്സുകാരനെ ആന ചവിട്ടി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കർണാടക സ്വദേശിയാണ്. പുൽപ്പള്ളിയിൽ ഒരു ബന്ധുവീട്ടിൽ വന്ന് തിരിച്ചു പോകുന്നതിനിടയ്ക്കാണ് റിസർവ് വനത്തിന്റെ അടുത്ത് ആന ചവിട്ടിക്കൊല്ലുന്നത്. വനപാലകരെത്തി 22 വയസ്സുകാരനെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ് എത്തിച്ചത്. ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ഇറങ്ങി ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി പേരാണ് ഓരോ വർഷവും, അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമണം ഏൽക്കുന്നവർ ഓരോ വർഷവും നിരവധി പേരാണ് വയനാട്ടിലുള്ളത്. മാത്രമല്ല ഈ ആക്രമണം ഏൽക്കുന്ന ആളുകൾക്ക്, പരിക്കേൽക്കുന്ന ആളുകൾക്ക് അടിയന്തര സഹായമായി നിശ്ചിത തുക പ്രഖ്യാപിക്കുമെങ്കിലും പലർക്കും ആ തുക ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല. അതുപോലെ തന്നെ ചികിത്സയ്ക്കായി ചില അടിയന്തര സഹായമൊക്കെ പ്രഖ്യാപിക്കാറുണ്ട്, നീണ്ട ചികിത്സയ്ക്കായി പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് തങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആ നാട്ടുകാരുടെ ചോദ്യം. അതായത് കൃത്യമായിട്ടുള്ള ഫെൻസിംഗ് രീതി, നമ്മൾ എപ്പോഴും പറയുന്നതാണ്, കൃത്യമായിട്ടുള്ള ഫെൻസിംഗ് രീതികൾ ഇവിടെ അവലംബിക്കുന്നില്ല, റെയിൽ ഫെൻസിംഗ് രീതി ഇവിടെ അവലംബിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആന ഇറങ്ങുന്നതൊക്കെ പരിധിവരെ നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അല്ലാത്ത രീതിയിൽ പഴഞ്ചൻ രീതിയിൽ തന്നെ ആനയോ അതുപോലെ തന്നെ കടുവയൊക്കെ പ്രതിരോധിക്കുകയാണെങ്കിൽ അത്തരത്തിൽ പ്രതിരോധിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും വയനാട്ടുകാർ പറയുന്നത്. മാത്രമല്ല വയനാട്ടുകാരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും പിടികൂടുന്ന വന്യജീവികളെ ഇവിടെ വയനാട്ടിൽ കൊണ്ട് തുറന്നു വിടുന്നു എന്നുള്ളത്. എങ്ങനെ ജീവിക്കും വയനാട്ടിലെ ജനങ്ങൾ എന്ന് തന്നെയാണ് ചോദിക്കുന്നത് നിരന്തരമായി. ഇപ്പോൾ അമരക്കുനിയിലാണ് വന്യജീവി ആടിനെ കൊന്നത്. കഴിഞ്ഞ ദിവസം വേറൊരു ആടിനെയും കൊന്നിരുന്നു. അപ്പോൾ നാട്ടുകാർ കൃത്യമായി പറയുന്നു കടുവയാണ് ആടിനെ കൊന്നത്. വന്യജീവി എന്ന വാക്ക് നിങ്ങൾ എടുത്തു മാറ്റൂ, കടുവയാണ് എന്ന് കൃത്യമായി അവർ പറയുന്നു. വനം വകുപ്പ് ഇനി എന്തു ചെയ്യും എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.